ഹലോ ഗായ്സ്, വെൽക്കം ടു എൻട്രി എലിവേറ്റ് ACCA. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ACCയുടെ പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറിലെ പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അത്യാവശ്യം കുറച്ച് കണ്ടന്റ് ഉള്ള ടോപ്പിക്കാണ്. എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിനെ പ്രൈസ് ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ക്രൂഷ്യൽ സംഭവമാണ്. മീൻസ് നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വെറുതെ അങ്ങോട്ട് ഇടാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ക്വാളിറ്റി നോക്കണം, അതിൻ്റെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കണം, അവിടെ മാർക്കറ്റിൽ അത്യാവശ്യം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കണം നമ്മൾ കസ്റ്റമേഴ്സിന്, അല്ലേ? അതെല്ലാം കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു പ്രൊഡക്റ്റിനെ പ്രൈസ് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ ഒന്നും നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇത്ര 1000, 2000 ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിങ്. പ്രൈസിങ് ഈസ് എ ക്രൂഷ്യൽ ബിസിനസ് ഡിസിഷൻ ദാറ്റ് അഫക്ട്സ് റവന്യൂ, പ്രോഫിറ്റബിലിറ്റി ആൻഡ് കസ്റ്റമർ പെർസെപ്ഷൻ. ശരിയല്ലേ? പ്രൈസ് ഭയങ്കര കൂടുതലാണെങ്കിൽ ഓക്കെയാണ്, ശരിയാ, റവന്യൂ കൂടും, പ്രോഫിറ്റ് കൂടും. പക്ഷേ അവിടെ അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് എന്തായിരിക്കും? അത് പ്രശ്നം വരും. കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റ് മേടിക്കാൻ തോന്നത്തില്ല. അപ്പോൾ ഇതാണ് പ്രൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ പ്രൈസിങ് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമുക്ക് പല ടൈപ്പ് പ്രൈസിങ് ഉണ്ട്. അതാണ് നമ്മൾ മെയിൻലി ഈ വീഡിയോ ത്രൂ നോക്കാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് പ്രൈസിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് മീൻസ് നമ്മുടെ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് വരുന്നുണ്ട്, പെനട്രേഷൻ പ്രൈസിങ് വരുന്നുണ്ട്, സ്കിമ്മിങ് പ്രൈസിങ് വരുന്നുണ്ട്, വാല്യൂ ബേസ്ഡ് വരുന്നുണ്ട്, കോമ്പറ്റേറ്റീവ് ആൻഡ് സൈക്കോളജിക്കൽ. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രൈസിങ് സ്ട്രാറ്റജീസ് വരുന്നത്. ഇതെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോ ത്രൂ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ആക്ച്വലി MCQs ആയിട്ട് വരാം, അല്ലെങ്കിൽ സെക്ഷൻ സിയിൽ തിയറി സൈഡായിട്ടും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെയാണത് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. പേര് പറയുന്ന പോലെ തന്നെ നമ്മളൊരു പ്രൊഡക്റ്റിന് വരുന്ന കോസ്റ്റ്, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് പ്രൈസ് സെറ്റ് ചെയ്യും. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലവ്. നമുക്ക് ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റിന് വരുന്ന ചിലവ് 500 ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? കുറച്ചൊരു 100 രൂപയും കൂടെ കൂട്ടിയിട്ട് 600 ആയിട്ട് സെല് ചെയ്യും. അതിനാണ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സിംപ്ലർ മെത്തേഡാണ്. ഡെഫിനിഷൻ: ആഡിങ് എ ഫിക്സഡ് പെർസെൻറ്റേജ് മാർക്കപ്പ് ടു ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആഡ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 500 രൂപയുടെ പ്രോഡക്റ്റിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഒരു 10% ആഡ് ചെയ്തിട്ട് 550 റുപ്പീസിനായിരിക്കും എന്ത് ചെയ്യുന്നത്? സെല് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കോസ്റ്റിൻ്റെ മുകളിൽ ഒരു എക്സ്ട്രാ മാർക്കപ്പ്, ഒരു എക്സ്ട്രാ പെർസെൻറ്റേജ് ആഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രൈസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനാണെന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈസിയാണ്. കോസ്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ മാർക്കപ്പ്. നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റിൻ്റെ കൂടെ ഒരു മാർക്കപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. അത്ര ഉള്ളൂ സംഭവം. എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു കമ്പനി 500 രൂപയ്ക്ക് ഒരു ഫോൺ കേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു വിചാരിക്കും. ആൻഡ് അവരെന്ത് ചെയ്യുവാണ്? 30% ആണ് മാർക്കപ്പ്. അപ്പോൾ എന്തായിരിക്കും? 500 പ്ലസ് 30 മൾട്ടിപ്ലൈ 500ൻ്റെ 30%. അപ്പോൾ എത്രയാണ്? നമുക്കൊരു 650 റുപ്പീസ്. മീൻസ് ഒരു 150 എക്സ്ട്രാ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പ്രോഡക്റ്റ് പ്രൈസ് ചെയ്യാൻ പറ്റും. അതിനാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ആക്ച്വലി കോസ്റ്റിൻ്റെ മുകളിൽ ഒരു എക്സ്ട്രാ പെർസെൻറ്റേജ്, ഒരു എക്സ്ട്രാ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് പ്രൈസ് സെറ്റ് ചെയ്തു. അതിനാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ ഭയങ്കര ഈസിയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് എന്തായാലും റിക്കവർ ചെയ്യും എന്നുള്ളൊരു ഉറപ്പുണ്ട്. എന്തായാലും ഇത്ര പ്രൈസ് ഇട്ടാൽ, കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ചെയ്താൽ കോസ്റ്റ് ആ ഒരു ചിലവ് എന്തായാലും റിക്കവർ ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട്. ആ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്താൽ, ഇപ്പോൾ ഈ കേസിൽ 650 രൂപയ്ക്ക് ഈ ഒരു ഫോൺ കേസ് സെല് ചെയ്താൽ എന്തായാലും 500 രൂപ റിക്കവർ ചെയ്യുമെന്ന് അവിടെ അഷ്യൂർഡാണ്. ശരിയല്ലേ? അപ്പോൾ അതാണ് പറയുന്നത് എൻഷുവേഴ്സ് കോസ്റ്റ് റിക്കവറി. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇഗ്നോർ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് കോമ്പറ്റീഷൻ. നമ്മൾ ജസ്റ്റ് മാർക്കറ്റിൽ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ, നമ്മുടെ കോമ്പറ്റീഷൻ എങ്ങനെയാണ്, ആ സംഭവങ്ങളൊന്നും ജസ്റ്റ് നമ്മൾ നോക്കത്തേ ഇല്ല. ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യുള്ളൂ? ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എടുക്കും, മാർക്കപ്പ് ആഡ് ചെയ്യും. ഇത്ര ഉള്ളൂ സംഭവം. അത് കാരണം നമ്മൾ ഡിമാൻഡോ കോമ്പറ്റീഷനോ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ഇതാണ് ആക്ച്വലി എന്ത്? കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. ഇതിനാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടൈപ്പ് ഓഫ് പ്രൈസിങ് ആണ് എന്ത്? പെനട്രേഷൻ പ്രൈസിങ്. പെനട്രേഷൻ പ്രൈസിങ് എന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യലി ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഭയങ്കര കുറവായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മളെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് എന്ത്? ജിയോയുടെ കാര്യം. ജിയോ ഇനീഷ്യലി മാർക്കറ്റിലേക്ക് വന്നപ്പോൾ എന്തായാലും ചെയ്തത്? ഏറ്റവും കുറച്ച് പ്രൈസ്, ആക്ച്വലി ഫ്രീ ഇൻ്റർനെറ്റ് ആണ് എന്ത് ചെയ്തത്? പ്രൊവൈഡ് ചെയ്തത്. അത് കാരണം ഇപ്പോൾ ജിയോ ഇല്ലാത്ത ഏതെങ്കിലും വീട് ഇന്ത്യയിലുണ്ടോ? എല്ലാവരുടെയും വീട്ടിൽ ഒരാൾക്കെങ്കിലും എന്ത് കാണും? ജിയോയുടെ സിം കാണും. ശരിയല്ലേ? സോ അതാണെന്ത്? പ്രൈസ് പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി എന്ത് ചെയ്യും? ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ എന്ത് ചെയ്യും? സാധനം സെല് ചെയ്യും. ഇപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ സെറ്റിംഗ് എ ലോ ഇനിഷ്യൽ പ്രൈസ് ടു അട്രാക്ട് കസ്റ്റമേഴ്സ് ആൻഡ് ഗെയിൻ മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇനീഷ്യലി ഏറ്റവും കുറച്ച് പ്രൈസിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ ജിയോ ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു എക്സാമ്പിൾ ഇല്ല ആക്ച്വലി. സോ ജിയോ ആണ് എന്ത്? ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്.
ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ക്വിക്ലി ബിൽഡ്സ് കസ്റ്റമർ ബേസ്, ഡിസ്കറേജസ് കോമ്പറ്റീഷൻ. നമുക്ക് കസ്റ്റമർ ബേസ് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കസ്റ്റമേഴ്സിനെയൊക്കെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെയൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മുടെ കോമ്പറ്റീഷൻ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ആക്ച്വലി ജിയോ വന്നപ്പോൾ ഇപ്പോൾ നമ്മുടെ അവരുടെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ അവർ മാക്സിമം ഒഴിവാക്കി വിട്ടു, ശരിയല്ലേ? നമ്മുടെ വോഡഫോണും ഐഡിയയൊക്കെ ആക്ച്വലി മെർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ പിടിച്ചിരിക്കുന്നത്. കാര്യം എന്താ, ജിയോ വന്നിട്ട് മാർക്കറ്റ് ആകെ ഇളക്കി മറിച്ചു, ശരിയല്ലേ? അപ്പോൾ കോമ്പറ്റീഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ലോ പ്രോഫിറ്റബിലിറ്റി ഇനിഷ്യലി, ഡിഫിക്കൽട്ട് ടു റേറ്റ് പ്രൈസസ് ലേറ്റർ. ശരിയാണ്, നമുക്ക് ആ ഒരു പ്രോഫിറ്റബിലിറ്റി ഇനീഷ്യലി ഭയങ്കര കുറവായിരിക്കും. കമ്പനിക്ക് ഇനീഷ്യലി നല്ല പ്രോഫിറ്റോ കാര്യങ്ങളൊന്നും കാണത്തില്ല. പിന്നെ പ്രൈസ് കൂട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആദ്യമേ അത്രയും കുറച്ച് പ്രൈസിന് കൊടുത്ത സ്ഥിതിക്ക് പിന്നെ പ്രൈസ് കൂട്ടാനുള്ള ചാൻസ്, പിന്നെ പ്രൈസ് കൂട്ടിയാൽ ആൾക്കാർ മേടിക്കാനുള്ള ചാൻസ് കുറവാണ്. സോ പ്രൈസ് കൂട്ടാൻ പിന്നെ ഉള്ള കസ്റ്റമേഴ്സിനെ അത് കൺവിൻസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മുടെ പെനട്രേഷൻ പ്രൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു പ്രൈസിംഗ് ആണെന്ത്, പ്രൈസ് സ്കിമ്മിംഗ് എന്ന് പറഞ്ഞാൽ. സ്കിമ്മിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇനിഷ്യലി എന്ത് ചെയ്യും, നല്ല ഹൈ പ്രൈസ് സെറ്റ് ചെയ്യും, പക്ഷേ പതിയെ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് കൊണ്ടുവരും. അതിനാണ് പ്രൈസ് സ്കിമ്മിംഗ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണെന്ത്, നമ്മുടെ ആപ്പിളിൻ്റെ ഐഫോൺ. നമ്മുടെ ഒരു ഐഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ ആക്ച്വലി നല്ല പ്രൈസ് ആയിരിക്കും, അല്ലേ? ഓൾമോസ്റ്റ് ഒരു 1 lakh above ഒക്കെ ആയിരിക്കും നല്ല പ്രീമിയം മോഡൽസിന് വരുന്നത്. അപ്പോൾ ഇനീഷ്യലി ലോഞ്ച് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും, നല്ല പ്രൈസിലായിരിക്കും വരുന്നത്, പ്രീമിയം പ്രൈസിങ് ആയിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ കറൻ്റ് ഐഫോൺ 15 പോയി പർച്ചേസ് ചെയ്യാനിരുന്നാൽ നമുക്ക് നല്ല കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. കാരണം എന്താ, നമുക്ക് ഓൾറെഡി ഐഫോൺ 16 മാർക്കറ്റിലുണ്ട്, അല്ലേ? മീൻസ് ഗ്രാജുവലി പ്രൈസ് എന്താകും, കുറഞ്ഞ് വരും. അതിനാണ് എന്ത് പറയുന്നത്, പ്രൈസ് സ്കിമ്മിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇനിഷ്യലി ഭയങ്കര ഹൈ പ്രൈസിലായിരിക്കും നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്, പക്ഷേ ഓവർ ദ ടൈം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കൊണ്ടുവരും. അതിനാണ് പ്രൈസ് സ്കിമ്മിംഗ് എന്ന് പറയുന്നത്. സെറ്റിംഗ് എ ഹൈ ഇനിഷ്യൽ പ്രൈസ് ആൻഡ് ഗ്രാജുവലി ലോവറിങ് ഇറ്റ് ഓവർ ടൈം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാക്സിമൈസസ് ഏർലി പ്രോഫിറ്റ്, അട്രാക്ട്സ് പ്രീമിയം കസ്റ്റമേഴ്സ്. നമുക്ക് ഏർലിയർ ആയിട്ട് നമുക്ക് ഇനിഷ്യലി തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ നമുക്ക് പ്രീമിയം കസ്റ്റമേഴ്സിനെ കിട്ടും. ശരിയാണ്, നമുക്ക് ഐഫോണൊക്കെ നല്ല പ്രീമിയം കസ്റ്റമേഴ്സാണ് പർച്ചേസ് ചെയ്യുന്നത്. സോ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. പിന്നെ ഡിസഡ്വാൻറ്റേജസിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് സെൻസിറ്റീവ് കസ്റ്റമേഴ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ലോസ് ആവും. ആൻഡ് ഇൻവൈറ്റ്സ് കോമ്പറ്റീഷൻ. പ്രൈസ് സെൻസിറ്റീവ് കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ ചില കസ്റ്റമേഴ്സിന് പ്രൈസ് കൂടുന്ന അത്ര താല്പര്യം കാണത്തില്ല. അവർക്ക് എന്ത് ചെയ്യണം, അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ട് കാര്യങ്ങൾ കിട്ടണം. അങ്ങനത്തെ കസ്റ്റമേഴ്സിന് എന്തായിരിക്കത്തില്ല, ഈ ഒരു പ്രൊഡക്റ്റ് താല്പര്യം കാണത്തില്ല. അവരൊക്കെ എന്ത് ചെയ്യും, വേറെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. സോ കോമ്പറ്റീഷൻ കൂടാനുള്ള ചാൻസ് ഇവിടെ വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ ആപ്പിളിന് ഓവർ പ്രിഫർ ചെയ്യുന്ന കുറേ മോഡൽസ് ഉണ്ട്, കുറേ ബ്രാൻഡ്സ് ഉണ്ട്, ശരിയല്ലേ? നമ്മുടെ റെഡ്മി, സാംസങ്, അതൊക്കെയാണ് ഇപ്പം ഐഫോണിന് ഓവർ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ പ്രിഫർ ചെയ്യുന്നത്. സോ കോമ്പറ്റീഷൻ കൂടാനുള്ള ചാൻസ് ഇവിടെ ഹൈ ആണ്. ഇതാണ് ആക്ച്വലി പ്രൈസ് സ്കിമ്മിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പറഞ്ഞാണത് വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. വാല്യൂ ബേസ്ഡ് പ്രൈസിങ് എന്ന് വെച്ചാൽ ചില പ്രൊഡക്ട്സ് അതൊക്കെ എന്തൊക്കെ വന്നാലും അതിനെന്ത് ചെയ്യും, നമ്മൾ അത്യാവശ്യം നല്ലൊരു പ്രീമിയം സെഗ്മെൻറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിനെ കോട്ട് ചെയ്യുന്നത്, അതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യുന്നത്. ലക്ഷറി ബ്രാൻഡ്സ് ലൈക്ക് റോളക്സ് ചാർജ് ഹൈ പ്രൈസസ് ഡ്യൂ ടു ബ്രാൻഡ് പ്രസ്റ്റീജ്. മീൻസ് അതിൻ്റെ ആ ഒരു ബ്രാൻഡ്, ആ ഒരു വാല്യൂ. ആക്ച്വലി ഐഫോണും അങ്ങനെ തന്നെയാണ് പ്രൈസ് സെറ്റ് ചെയ്യുന്നത്. മീൻസ് അതിൻ്റെ ആ ഒരു ബ്രാൻഡ് വാല്യൂ കാരണം അതെന്ത് ചെയ്യും, അത്രയും ഹൈ പ്രൈസ് സെറ്റ് ചെയ്യും. അപ്പം ആൾക്കാർക്ക്, ആ കമ്പനിക്ക് അറിയാം അത്രയും പ്രൈസ്, അത്രയും പ്രീമിയം പ്രൈസ് കൊടുത്ത് ഇവരിത് പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാം. കാരണം ഐഫോൺ കയ്യിലുള്ള ഒരാൾക്ക് എന്താണ്, അത്യാവശ്യം കുറച്ച് ഷോ ഒക്കെ ഇട്ട് നടക്കാം, ശരിയല്ലേ? ആ ഒരു രീതിക്കാണ് ആളെന്ത് ചെയ്യുന്നത്, അത് പർച്ചേസ് ചെയ്യുന്നത്. റോളക്സ് ഒക്കെ അതുപോലെ തന്നെ. അപ്പോൾ ആ ഒരു ബ്രാൻഡ് വാല്യൂക്ക് വേണ്ടി എന്തായാലും അത്രയും പ്രൈസ് കൊടുത്ത് കസ്റ്റമേഴ്സ് ഇത് മേടിക്കുമെന്ന് അവർക്കറിയാം. അങ്ങനെ പ്രൈസ് സെറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനാണ് എന്താ പറയുന്നത്, വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. മീൻസ് ആ ഒരു പ്രൊഡക്റ്റിന് വാല്യൂ, ആ പ്രൊഡക്റ്റിന് ഒരു ബ്രാൻഡ് വാല്യൂ ബേസ് ചെയ്ത് പ്രൈസ് സെറ്റ് ചെയ്യുന്നതാണ് എന്താ പറയുന്നത്, വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. പ്രൈസിംഗ് ബേസ്ഡ് ഓൺ ദ പെർസീവ്ഡ് വാല്യൂ ടു കസ്റ്റമേഴ്സ് റാദർ ദാൻ കോസ്റ്റ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയാം, മാക്സിമൈസസ് റവന്യൂ ബൈ ക്യാപ്ചറിങ് കസ്റ്റമർ വില്ലിംഗ്നെസ് ടു പേ. ശരിയല്ലേ? മീൻസ് നമുക്ക് റവന്യൂ നല്ല രീതിയിൽ മാക്സിമൈസ് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ അത്രയും ഹൈ പ്രൈസാണ് സെറ്റ് ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റിക്വയർസ് ഡീപ്പ് മാർക്കറ്റ് റിസർച്ച്, ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെൻറ്റ്. നമുക്ക് മാർക്കറ്റ് റിസർച്ച് നല്ല രീതിയിൽ ചെയ്യേണ്ടി വരും. എന്താണ് ഒരു കസ്റ്റമർ വേണ്ടത്, ഒരു ബ്രാൻഡ് വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ കസ്റ്റമർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനത്തെ രീതിയിൽ പ്രൈസ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതെന്തായിരിക്കും, നല്ല രീതിയിൽ ഫെയിലിയർ ആകാൻ ചാൻസ് ഉണ്ട്. സോ അതാണെന്ത് വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് വാല്യൂ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യും. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് പ്രൈസിംഗ് ആണെന്ത്, കോമ്പറ്റീറ്റീവ് പ്രൈസിങ്. ഇവിടെ നമ്മുടെ കമ്പനി എന്ത് ചെയ്യത്തില്ല, വലിയ രീതിയിൽ തിങ്കൊന്നും ചെയ്യത്തില്ല. നമ്മൾ എന്ത് ചെയ്യും, കോമ്പറ്റീറ്റേഴ്സ് എന്താണോ ചെയ്യുന്നത് അവരുടെ പുറകെ നമ്മൾ പോകും. സെറ്റിംഗ് പ്രൈസസ് ബേസ്ഡ് ഓൺ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസസ്. കോമ്പറ്റീറ്റേഴ്സ് എത്ര പ്രൈസാണ് സെറ്റ് ചെയ്യുന്നത് അവർ ആ രീതിയിലായിരിക്കും നമ്മളും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ പല രീതിയിലുണ്ട്. പ്രൈസ് മാച്ചിങ് എന്ന് വെച്ചാൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സെയിം പ്രൈസ്. ഇപ്പം
ഐഫോൺ 1,00,000 രൂപയ്ക്ക് ഒരു ഫോൺ ഇറക്കിയാൽ സാംസങ്ങും 1,00,000 രൂപയ്ക്ക് ഇറക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവർ പ്രൈസ് മാച്ചിങ് ആണ് ചെയ്യുന്നത്. മീൻസ് കോമ്പറ്റീറ്റേഴ്സിന് അതേപോലെയാണ് അവർ പ്രൈസ് സെറ്റ് ചെയ്യുന്നത്. ഇനി പ്രൈസ് അണ്ടർ കട്ടിങ് എന്ന് വെച്ചാൽ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും കുറച്ചും കൂടെ കുറച്ച് പ്രൈസ്. ഐഫോൺ 1,00,000 രൂപയ്ക്ക് സെല് ചെയ്യുമ്പോൾ സാംസങ് വന്നിട്ട് 80,000 അവരൊരു ഫോൺ ഇറക്കുവാണ്. അതിനാണ് എന്താ പറയുന്നത് പ്രൈസ് അണ്ടർ കട്ടിങ് എന്ന് പറയുന്നത്. കോമ്പറ്റീറ്റേഴ്സിനെക്കാളും കുറച്ചും കൂടെ കുറച്ച് പ്രൈസ്. മീൻസ് അടുത്തൊരു സംഭവം പ്രീമിയം പ്രൈസിങ് എന്ന് വെച്ചാൽ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും കുറച്ചും കൂടെ കൂടുതലുള്ള പ്രൈസ് എന്ന് വെച്ചാൽ അവിടെ കുറച്ചും കൂടെ ക്വാളിറ്റി ഒക്കെ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ പ്രൈസ് കൂടും. പ്രൈസ് കൂടുമ്പോൾ ക്വാളിറ്റി കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണ് എന്ത് പ്രീമിയം പ്രൈസിങ് എന്ന് പറയുന്നത്. എയർലൈൻസ് അഡ്ജസ്റ്റ് ഫെയർസ് ബേസ്ഡ് ഓൺ കോമ്പറ്റീറ്റർ പ്രൈസിങ്. ശരിയല്ലേ? പല എയർലൈൻസും ഇൻഡിഗോ, എയർ ഇന്ത്യ അവരൊക്കെ എന്ത് ചെയ്യും, ജസ്റ്റ് അവരുടെ ആ ഒരു കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് നോക്കിയിട്ടേ അവർ പോവുള്ളൂ. കാരണം അല്ലെങ്കിൽ പ്രശ്നമാണ്. കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ഭയങ്കര കൂടുതൽ പ്രൈസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും എങ്ങോട്ട് പോകും, കുറച്ച് പ്രൈസിന് ഓഫർ ചെയ്യുന്ന ആളുടെ അടുത്ത് പോകും. അതാണ് എന്ത് പറയുന്നത്. അതുകൊണ്ടാണ് കോമ്പറ്റീറ്റീവ് പ്രൈസിങ് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ നമ്മുടെ കമ്പനിക്ക് അത്ര തിങ്ക് ചെയ്യേണ്ടി വരുന്നില്ല. കോമ്പറ്റീറ്റർ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ അങ്ങ് ചെയ്തു പോകും. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ബിസിനസ് സ്റ്റേ റെലവൻറ്റ് ഇൻ ദ മാർക്കറ്റ്. നമുക്ക് അത്ര അപ്ഡേറ്റഡ് ആയിട്ട് ആക്റ്റീവായിട്ട് മാർക്കറ്റിൽ നിൽക്കാൻ പറ്റും. കോമ്പറ്റീറ്ററിനെയൊക്കെ നോക്കി കറക്റ്റായിട്ട് നിൽക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൈസ് വാസ് കൺ റെഡ്യൂസ് പ്രോഫിറ്റബിലിറ്റി. നമ്മളെപ്പോഴും ഇങ്ങനെ പ്രൈസിങ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ചിലപ്പോൾ കോമ്പറ്റീറ്റർ ഭയങ്കരമായിട്ട് പ്രൈസ് കുറച്ചാൽ നമ്മളും എന്ത് ചെയ്യും, പ്രൈസ് ഭയങ്കരമായിട്ട് കുറയ്ക്കും. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കുറയാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. സോ ഇതാണെന്ത് കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കിയത് എന്താണ് പ്രൈസിങ് നോക്കി, പല ടൈപ്സ് ഓഫ് പ്രൈസിങ് നോക്കി, ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ, റിയൽ ലൈഫ് എക്സാമ്പിൾസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എല്ലാം നോക്കി. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മുടെ മെൻറ്റേഴ്സ് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.